കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇത് തിരുവല്ലയിലെ ഡി ബി ആണെന്ന്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ വയറിങ്സ് ഒക്കെ മാറ്റി അതേപോലെ തന്നെ പുതിയ ഡി ബിയിലേക്ക് മാറ്റുമെന്ന്. അത്തരത്തിൽ ലെഗ്രാൻഡിൻ്റെ ഡി ബിയിലേക്ക് നമ്മൾ മാറ്റി ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഹായ്, നമസ്കാരം മച്ചാമാരെ, അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടത്തിൽ വിപിനുമുണ്ട്, മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ ആ വീഡിയോയിലും ഉൾപ്പെടുത്തി പറഞ്ഞിരുന്നു നമ്മൾ തീർച്ചയായിട്ടും അവിടുത്തെ ആ ഡി ബി മാറ്റി വെക്കുന്ന വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തിരുവല്ലയിലേക്ക് അതിനുള്ള യാത്രയിലാണ്. അപ്പോൾ കൂട്ടത്തിൽ വിപിൻ ബ്രോയുണ്ട്. വിപിന് ഒരു ട്രാവൽ ഏജൻസി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ വിപിൻ്റെ വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര. സാറ് തന്നെ അറേഞ്ച് ചെയ്ത സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡി ബിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എറണാകുളത്തു നിന്നുള്ള യാത്ര തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശാംബ്രോയും ബാക്കിയുള്ള ടീമും എല്ലാം കൂടി അവിടെ പുളിക്കൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ എത്തുന്ന മുമ്പേ അവർ പരിപാടിയൊക്കെ തുടങ്ങി. ഇന്നത്തെ നമ്മുടെ വർക്ക് ചെയ്യുന്നത് 3S ആണ് കേട്ടോ. ശ്യാം, സനൽ, സജീദ്, അവർ 3 പേരുമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളത്. അപ്പോൾ ശാംബ്രോയാണ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡി ബി ഡീകമ്മീഷൻ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ഫേസിൻ്റെയും വയറുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ടേപ്പ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അത് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഏതൊക്കെയാണ് എന്ന് അറിയാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോന്നും അടിക്കുന്ന സമയത്ത് ഓരോ ലൈനുകളും ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് മാസ്കിംഗ് ടേപ്പുകൾ കാര്യങ്ങൾ അടിച്ച് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്താണ് ഓരോ കേബിളുകളും നമ്മൾ മാറ്റി വെക്കുക. അല്ലാതെ നമ്മൾ ഡി ബി റീഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കേബിളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കേബിളുകളും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഡി ബിയെ നമ്മൾ അഴിച്ചു മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വയറുകൾ ജോയിൻ്റ് അടിക്കേണ്ടതായിട്ടൊക്കെ വരും. അതൊക്കെ നമുക്ക് പുറമേ കാണാം. മച്ചാന്മാരെ, അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ന്യൂട്രലും എർത്തും സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സനൽ ബായ് ആണ്. സനൽ ബായ് ന്യൂട്രൽ സെപ്പറേറ്റ് ആക്കുക, അതേപോലെ തന്നെ എർത്ത് സെപ്പറേറ്റ് ആക്കുക എന്നീ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ന്യൂട്രലും എർത്തും തമ്മിൽ മാറിപ്പോകാതെ കൃത്യമായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ്രസ് ചെയ്തിട്ട് വരുന്ന ചാർജ് ചെയ്യുമ്പോൾ ട്രിപ്പിംഗ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നൊരു വർക്കാണ്. അടുത്തായിട്ട് നമ്മുടെ ഡി ബി കുത്തിപ്പൊളിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പലരും പറയാറുണ്ട് എത്രയും വേഗം പരിപാടികൾ അവതരിപ്പിച്ച് തീർക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ബി കുത്തിപ്പൊളിക്കൽ കാര്യങ്ങളൊന്നുമില്ല. ഡി ബി രണ്ടാമത് ഫിക്സ് ചെയ്യുന്ന വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്പിരിറ്റ് ലെവലിൽ കാര്യങ്ങളൊക്കെ വെച്ച് വാട്ടർ ലെവലിലാണ് നമ്മൾ കൃത്യമായിട്ട് ഡി ബിയെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ലെഗ്രാൻഡിൻ്റെ 8-way ഡി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, 3 phase 8-way. കഴിഞ്ഞ നമ്മുടെ ഡി ബിയിലെ സാഹചര്യം നമുക്കറിയാമായിരുന്നു. അവിടുത്തെ കേബിളിൻ്റെ ലെങ്ത്തൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിളുകളെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതാണ് നമ്മുടെ ശാംബ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇത്രയും കേബിളുകൾ നമ്മൾ ജോയിൻസ് അടിച്ച് മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഫെറോൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയും അതേപോലെ തന്നെ സ്ലീവ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തൊക്കെയാണ് നമ്മളതിനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇനി മറ്റൊരു രീതിയിൽ ലീക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. 2.5 സ്ക്വയർ എമ്മിൻ്റെയും 4 സ്ക്വയർ എമ്മിൻ്റെയും വയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ജോയിൻ്റ് അടിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ 1.5 സ്ക്വയർ എമ്മും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേബിളുകളെ നമ്മൾ പെർഫെക്റ്റായിട്ട് ജോയിൻ്റ് അടിച്ച് നമ്മുടെ ഹീറ്റ് ഗൺ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ട് ഒരു തരത്തിലും മറ്റൊരു രീതിയിൽ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ജോയിൻ്റ് അടിച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ രീതിയിലുള്ള ലീക്കേജും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇൻസുലേഷൻ ടേപ്പിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഹീറ്റ് സ്ലീവ് ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആ ജോയിൻറ്റ്സൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെയുണ്ട് ചാമൻ. അതിനുശേഷം നിലവിൽ ഇപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ വെച്ച് ആശാൻ വർക്ക് ചെയ്യുകയാണ്. ആ ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ കണ്ടല്ലോ. ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. ഇപ്പോൾ ന്യൂട്രൽ എർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റായിട്ട് എർത്ത് ലിങ്കിലേക്കും അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്കിലേക്കും കൊടുക്കേണ്ട വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതിനൊക്കെ ശേഷം നമ്മുടെ MCBകൾ ഫിക്സ് ചെയ്യുന്ന വർക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്നൈഡറിൻ്റെ B സീരീസിലും അതേപോലെ തന്നെ ബി കർവും സി കർവും ആയിട്ടുള്ള MCBകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൈറ്റ് ലോഡുകൾക്കും മറ്റുമായിട്ട് B കർവും 6 ആംപിയറിലും സി കർവ് 16 ആംപിയറിലുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഡക്റ്റീവ് ലോഡുകൾക്ക് സി കർവ് കാര്യങ്ങളൊക്കെയാണ്, അതേപോലെ ACക്കും സി കർവ് കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡി ബിയുടെ ഡ്രസ്സിങ്ങിൻ്റെ സംഭവത്തേക്ക് നോക്കണ്ട, പല പരിമിതികളും ഉണ്ടാവും നമ്മൾ റീഡ്രസ് ചെയ്യുമ്പോൾ. അല്ലാതെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. എല്ലാ വർക്കുകളും കഴിയുമ്പോൾ ടൈറ്റ് ചെയ്ത് സൈഡിലേക്കൊക്കെ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ആ ജോയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള കേബിളുകളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് ഇത്തിരി സൈഡായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കറക്റ്റായിട്ട് തന്നെ ലെഗുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ സോക്കറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഓരോ MCBകളിലേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഡി ബികൾ പൊളിച്ച് പുതിയ ഡി ബികൾ വെക്കുമ്പോൾ ഒരു പുതിയ വർക്ക് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ അതിൻ്റെ അകത്ത് എന്തായാലും വരില്ല. എന്നാലും നമ്മുടെ കഴിവിൻ്റെ രീതിയിൽ പരമാവധി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
അതിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേബിളിൻ്റെ സൈഡ് കണ്ടിട്ട് പലരും കമൻറ്റ് ചെയ്യാൻ വരും, പക്ഷേ അതൊന്നുമല്ല. അതൊക്കെ വർക്ക് കഴിയുമ്പോൾ നിങ്ങൾ കാണുക. നമ്മൾ ടൈ അടിച്ച് ജോയിൻ്റ് അടിച്ച് എല്ലാം ലെവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവും. ഇതിൻ്റെ ഇടയ്ക്ക് പല പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ വേറെ. ഇതിലൊന്നാണ് നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ഈ മീറ്റർ ബോക്സ് ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എർത്തൊക്കെ കിടക്കണ കിടപ്പ് വേണ്ട. അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ആ വർക്കിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരും ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ എന്തായാലും അഴിച്ച് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ Rccb സെക്ഷനിൽ നിന്ന് അഴിച്ചിട്ട് പ്രോപ്പറായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിലവിൽ ഇതാ നമ്മൾ Rccbകൾ അഴിച്ച് അതിൻ്റെ അകത്തേക്ക് RCb കണക്ഷൻസ് പ്രോപ്പറായിട്ട് ഓരോ കേബിളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻകമർ സൈഡിലേക്കും RCb പ്രോപ്പറായിട്ട് തന്നെ സ്ലീവും കാര്യങ്ങളൊക്കെ അടിച്ച് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ എർത്തിങ് പ്രോപ്പറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു എർത്ത് DBയുടെ ബോഡിയിലേക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റൽ ബോഡിയിലേക്ക് എർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 എർത്തിങ് നമ്മൾ ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ഇൻസൈഡിലേക്കും അതേപോലെ തന്നെ അടുത്തത് മെറ്റൽ ബോഡിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. Rccbയിൽ നമ്മൾ കണക്ഷൻസ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് അതേപോലെ തന്നെ RCb ലൈൻസ് ഫ്യൂസ് യൂണിറ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. ഫ്യൂസിൻ്റെ ഇൻകമർ സൈഡിലുള്ള കണക്ഷൻസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യുന്നുമില്ല. ഓക്കെ, ലെഗുകൾ അടിച്ച് തന്നെ കൃത്യമായിട്ട് എർത്തും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇവിടെ ഷാൻലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷാൻലിയറൊക്കെ അഴിച്ച് റീസെറ്റ് ചെയ്ത് രണ്ടാമത് ഇടേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഷാൻലിയറാണ് നമുക്ക് റിപ്പയറിങ്ങിന് ഉണ്ടായിരുന്നത്. ഈ കുട പോലെ കിടക്കുന്ന സാധനമൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം അഴിച്ചെങ്ങാൻ പൊട്ടിയെങ്ങാൻ പോയി കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, സാധനം മേടിക്കാനും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം അതിൻ്റെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്വിച്ച് ബോർഡുകൾ ഫാൾട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കി അതിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഒപ്പം ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ DB ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ആ ബ്ലിങ്കിങ് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ബ്ലിങ്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് Rccb സ്നൈഡറിൻ്റെ 63 ആംപിയർ 30 mAയും 40 ആംപിയർ 30 mAയുമാണ്. അതിൽ സിംഗിൾ ഫേസിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് AC കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ C16ൻ്റെ MCB നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ACക്കും അതേപോലെ ഇൻഡക്റ്റീവ് ലോഡുകൾക്കുമാണ്. B6ൻ്റെ MCBകൾ നമ്മുടെ ലൈറ്റ് ലോഡുകൾക്കും മറ്റുമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കേസ് 3 AC-കളെ നമ്മൾ സിംഗിൾ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 AC-യെ മറ്റ് 3 ഫേസിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഗേറ്റ് ലൈനിൻ്റെ ഒരു ലൈറ്റ് കത്താതെ ഉണ്ട്, 3 ലൈറ്റുകൾ കത്താതെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പയറിങ് വർക്കുകൾ നടക്കുന്നതോടൊപ്പം ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ 1-2 കേബിൾസ് പൊട്ടിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഇനി മഴവെള്ളം പെയ്ത് മഴയും വെള്ളമൊക്കെ അകത്ത് കയറിയിരിക്കുന്ന കാരണം തന്നെ ഒന്ന് ഡ്രൈ ആകാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ലൈറ്റുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേറ്റ് ലൈറ്റിൽ ഈ ഒരു ലൈറ്റിൻ്റെ ലൈനാണ് പോയിട്ടുള്ളത്. അതേപോലെ ഇപ്പുറത്തേത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ സൈഡിലേക്കുള്ളതും ഒരു എർത്ത് ഫാൾട്ടാണ് നമുക്ക് വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം റെക്ടിഫൈ ചെയ്തു, അതിൻ്റെ പരിപാടികളൊക്കെ നടത്തി. ഇനി എർത്തിങ് പരിപാടി ചെക്ക് ചെയ്യുന്ന പരിപാടികളാണ് സജീദ് ബ്രോ നടത്തുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് എർത്ത് എങ്ങനെയാണ് ഉള്ളത്, എർത്ത് വാല്യൂ എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് 2000 ഓംസ് ആദ്യത്തെ ടെസ്റ്റ് അടിക്കട്ടാ പ്രസ് ചെയ്ത് പിടി 28 ഓംസ്. ഓക്കെ, ഇനി അടുത്തത് 200 ഓംസിൽ അടി ലൈറ്റ് അടിച്ചോ. ടെസ്റ്റ് കൊടുക്കട്ടാ, അമർത്തി പിടിച്ചോ. ഓക്കെ. അടുത്തത് 20 ഇതാണ് നമ്മുടെ വാല്യൂ. ഇതിനകത്ത് കിട്ടണം നമ്മളെ വാല്യൂ. ഇതാണ് ഇവിടുത്തെ വാല്യൂ. 15.180 അല്ലേ? 15.2. കുഴപ്പമില്ല. RCB ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പിങ്ങിന് അത് പക്കയായിരിക്കും. ആ പ്രോബ്ലം. ഫ്രണ്ടിലെ ഗേറ്റ് ലൈറ്റ് കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഓക്കെ കംപ്ലീറ്റ് ആയി. ഈ സൈഡിലെ ഒരു ലൈറ്റാണ്, അത് അണ്ടർഗ്രൗണ്ട് കേബിൾ കംപ്ലൈൻ്റ് ആണ്, അതും ശരിയാക്കാനുണ്ട്. മച്ചാമാരെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സജീദ് ബ്രോയാണ് കൂടുതലുള്ളത്. കൊല്ലത്ത് നിന്ന് നമ്മുടെ വർക്കിന് വേണ്ടി വന്നതാണ്. ഒപ്പം ശ്യാം ബ്രോയും ഉണ്ട്. രാത്രി ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞു, വളരെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ
എന്തായാലും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം എന്താണ് സജി ബ്രോ, എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്? ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വർക്കിനിടയിൽ വീഡിയോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്ന ഉണ്ണിയേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. അത് എന്താണെന്നറിയാമോ, നമ്മൾ വർക്കിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ കൂട്ടത്തിൽ വരുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. വീഡിയോ കാണുന്നവർക്ക് പലരും പറയും വീഡിയോയുടെ ദൈർഘ്യം കൂടുതലാണ്, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടപടിയാകുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കറണ്ട് ഇല്ല, സപ്ലൈ ഇവിടെ പോയിരിക്കുകയാണ്. പുറത്ത് AC ഇവിടെ ലൈൻ പോയതുകൊണ്ടിട്ട് സപ്ലൈ ഇല്ലാണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശ്യാംബ്രോ ഉണ്ട്, ശ്യാമ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തു, അത് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം രണ്ടാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ വർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ 2 RCB വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഫേസിൻ്റെ 30 mA, അതേപോലെ തന്നെ സിംഗിൾ ഫേസിൻ്റെ 30 mA RCB വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറയും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന സംഭവം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ചേർത്ത് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ അവസാനം കാണുന്നതെന്ന് അറിയാം. എന്നാലും ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ വലിയ രീതിയിലുള്ള ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ള ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ അത്തരത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ 5 AC എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 AC ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 3 AC സിംഗിൾ ഫേസിൻ്റെ സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിട്ട് അതിനെ ഒരു 30 mA RCB സെക്ഷനിലും ബാക്കിയുള്ള ലൈറ്റ് ലോഡുകളും 2 AC-യും ബാക്കി ലോഡുകളെല്ലാം കൂടി 30 mA ചെയ്തിട്ടുള്ളത്. അത്രത്തോളം ലീക്കൊന്നും കാര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ 8 mA ലീക്കാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ 3 AC-കളും 5 AC-കളൊക്കെ കൂടുമ്പോൾ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസം വന്നാലും RCB ട്രിപ്പ് ആകാൻ പാടില്ല. സേഫായിട്ട് തന്നെ ഷോക്ക് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആകണം. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 15.2 അടുത്താണുള്ളത്. കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇവിടെ RCB ഉള്ളൊരു സാഹചര്യത്തിൽ നമുക്കത് സേഫാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും സേഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എർത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കണ്ട. RCB ഇല്ലാത്ത സർക്യൂട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ 5 എന്ന് പറയും. പക്ഷേ പെർഫെക്റ്റ് എർത്തിങ് എന്ന് പറയുമ്പോൾ മറ്റേതായിട്ട് 5 ഓംസിലേക്ക് താഴത്തേക്കൊക്കെ കിട്ടണം. എന്നാലും ഇവിടെ RCB ഉള്ളൊരു സർക്യൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ നല്ലൊരു രീതിയിലുള്ള എർത്തിങ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെയാണ് വർക്കിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പൈപ്പിംഗ് കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ DB ഡ്രസ് ചെയ്തപ്പോഴും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും പരിപാടികൾ കഴിഞ്ഞ് ഫ്രണ്ട് സൈഡിൽ ഒരു ഗേറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു ലൈറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കേബിൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം കയറി കിടക്കുവാണ്. ഒന്ന് ഡ്രൈ ആകാണ്ട് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറങ്ങാം. ശ്യാമേ, ആ ക്യാമറ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരെ കാണാം. ഒന്ന് ശ്യാംബ്രോയും അതേപോലെ തന്നെ ബിബിനും. 2 പേരും തകർത്ത് 2 ഫ്ലാഷൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അല്ലേ ശ്യാമേ? ഇറങ്ങാം. ഓക്കെ, ബൈ. എന്തെങ്കിലും പറഞ്ഞു പോടാ, ഇവര് അപ്പോഴും. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി 1:10 വീട്ടിലെത്തിയപ്പോഴുള്ള സാഹചര്യമാണ് ഈ കാണുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.